എലിസബത്തുമായി വേർപിരിഞ്ഞതിനു ശേഷമാണ് തന്റെ മുറപ്പെണ്ണു കൂടിയായ കോകിലയെ ബാല വിവാഹം കഴിച്ചത്. താനും കോകിലയും തമ്മിൽ ഏറെ പ്രായവ്യത്യാസമുണ്ടെന്നും ഒരിക്കലും മുൻപ് കോകിലയോട് തനിക്ക് പ്രണയം ഉണ്ടായിരുന്നില്ലെന്നും വിവാഹത്തിന് പിന്നാലെ ബാല പറഞ്ഞിരുന്നു. കോകില തന്നെ ചെറുപ്രായം മുതൽ അഗാധമായി സ്നേഹിച്ചു. ആ സ്നേഹം തിരിച്ചറിഞ്ഞതിനാലാണ് അവളെ വിവാഹം കഴിച്ചത്. ജീവിതത്തിൽ താൻ ഏറ്റവും ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരു അവസ്ഥയിലാണ് കോകില തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും ഇപ്പോൾ അവളാണ് തന്റെ എല്ലാമെന്നും ബാല പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ കോകിലയെക്കുറിച്ച് കൂടുതൽ തുറന്നു സംസാരിക്കുകയാണ് ബാല. തന്നെ ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴടക്കം ചിരിയോടെയാണ് അവൾ നേരിട്ടതെന്ന് ബാല പറഞ്ഞു. കോകിലയെക്കുറിച്ച് ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ജീവിതത്തിൽ മറ്റൊരാളെ അമ്മയെന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്റെ അമ്മ എന്നെ സ്നേഹിച്ച് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അതുപോലെ ഒരു അമ്മയുടെ വാത്സല്യമാണ് ഭാര്യയായ കോകിലയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിനെ നോക്കുമ്പോൾ കാമമോ പ്രേമമോ എനിക്ക് വരില്ല. അതെല്ലാം ഇവൾ എനിക്ക് തന്നു. തെറ്റ് ചെയ്യാതിരിക്കാൻ ആണുങ്ങൾക്ക് മേൽ നിയന്ത്രണം വെക്കണമെന്ന് പറയുമല്ലോ. അങ്ങനെ വെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം തെറ്റ് ചെയ്യണമെങ്കിൽ അവൻ തീർച്ചയായും ചെയ്യും. ആണായാലും പെണ്ണായാലും നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ വേറെ ആരുമായെങ്കിലും ബന്ധം ഉണ്ടാകണ്ടേ എന്ന് തോന്നിയാൽ ഒരിക്കലും വേറൊരു ബന്ധം സംഭവിക്കില്ല. കല്യാണത്തിന് ശേഷമാണ് കോകിലയുടെ ഡയറി ഞാൻ കാണുന്നത്. അവളുടെ കൈയെഴുത്തിലെ വ്യത്യാസങ്ങൾ തന്നെ അവർ എപ്പോൾ ആ ഡയറി എഴുതി തുടങ്ങിയെന്ന് മനസ്സിലാകും. നമ്മൾ എപ്പോഴാണ് കണ്ടുപോയത് എന്നതൊക്കെ അവൾ അതിൽ എഴുതിവിട്ടുണ്ട്. എനിക്ക് കോകിലയിൽ എല്ലാം ഇഷ്ടമാണ്. കോകില സിനിമ നടിയോ ഗായികയോ വലിയ നീളമുള്ള ആളോ ഒന്നുമല്ല. തടിയുള്ള സ്ത്രീയാണ്. പക്ഷേ അവൾ തന്നെയാണ് എനിക്ക് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ. ഞാൻ ചെറിയ വയസ്സ് തൊട്ട് കോകിലയെ കാണുന്നുണ്ട്. എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു തോന്നൽ അവളോടുണ്ടായിട്ടില്ല. ജീവിതത്തിൽ എനിക്ക് തുണ വേണമെന്ന് തോന്നിയൊരു സമയമുണ്ട്. അപ്പോഴാണ് അമ്മ പറയുന്നത് അവൾ നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് എനിക്ക് കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ്, വേണ്ടെന്ന്. എന്നാൽ ഞാൻ എന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു. ഞാൻ കോകിലയെ മറ്റൊരു രീതിയിൽ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഇടപെട്ട് നോക്കൂ, മനസ്സിലാകും എന്നാണ്. അങ്ങനെ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാതൽ, കാമം, നടപ്പ് എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു. ഇതെല്ലാം ഒരു ഇടത്തു നിന്ന് ലഭിക്കുമ്പോൾ വീട് ഒരു സ്വർഗമാകും. ശരിയായ സമയത്ത് ശരിയായ ആളിനെ ശരിയായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ലഭിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം ശരിയാകും. ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഹണിമൂൺ പോയിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ. അതിനോടകം തന്നെ ആളുകൾ ചോദിക്കുന്നത് എപ്പോഴാണ് കുട്ടികൾ ആകുക എന്നതാണ്. ഞാൻ അവൾക്കും അവൾക്ക് ഞാനും തന്നെയാണ് കുട്ടികൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു. ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതാണെന്നൊക്കെ തെറ്റായ വാർത്തകൾ വന്നിരുന്നു. അവൾ ഇപ്പോൾ അമേരിക്കയിലാണ്. 2 കുട്ടികളുണ്ട്. അടുത്തിടെ എന്നെ വിളിച്ചിരുന്നു.